ഇതാണ് കരിമണ്ട ബഡ് ചെയ്യുന്നത്. ഇത് തിപ്പലിയാണ്. തിപ്പലിയിൽ നമ്മൾ പുതിയ ഇനം കരിമണ്ട ബഡ് ചെയ്യുകയാണ്. കരിമണ്ടയുണ്ട്, പെപ്പർ തക്കനുണ്ട്, പിന്നെ പന്നീറുണ്ട്. ഇത് നമുക്ക് നടാൻ കൊള്ളാം കേട്ടോ. ഇത് എടുത്ത് ഇതിൻ്റെ തലയെടുത്ത് വെച്ചപ്പോഴേ നമുക്ക് നടാൻ ഉപയോഗിക്കാം. ഇതിങ്ങനെ ശരിയാക്കി ഇത് നന്നായിട്ട് പൊട്ടം കണ്ടിച്ച് ശരിയാക്കി എടുക്കണം. നല്ല മൂർച്ചുള്ള ബ്ലേഡോ അല്ലെങ്കിൽ കത്തിയാണേലും കുഴപ്പമില്ല. ലെവൽ ചെയ്യണം. ലെവൽ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ആപ്പ് പോലെ ചെത്തിയെടുക്കണം. നമുക്കൊക്കെ ഇത് സ്ഥിരം പതിവായതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി ഇരുന്ന് ചെത്തി ചെയ്യണം ഇത് ശരിയാക്കി എടുക്കാം. എനിക്കാണെങ്കിൽ ഒരൊറ്റ ചെത്തിനൊക്കെ ഞാൻ ശരിയാക്കി എടുക്കും. രണ്ട് തലയും നല്ല വൃത്തിയായിട്ട് ശരിയാക്കി എടുക്കണം. ചെളി പറ്റുമോ കൈ തൊടാനോ പാടില്ല. അതിൽ ഇതിന് കയറണം. ഇത് ഇത്രയും കീറിയാൽ മതി. ഇത് അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഇത് കീറിയിട്ട് ഇങ്ങനെ വെച്ച് നോക്കണം ഇത് ഇതിനകത്ത് കറക്റ്റായിട്ട് ഇറങ്ങുമെന്ന്. ഇപ്പോൾ ഇത് കറക്റ്റാണ്. ഞാൻ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് കറക്റ്റായിട്ട് ഇറങ്ങും. അല്ലെങ്കിൽ ഇത് എന്നാ ആൾക്കാരൊക്കെ വെച്ച് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെയും എടുത്ത് പിന്നെ എടുക്കുമ്പോഴത്തേനും ഇത് ചിലപ്പോൾ ഡാമേജ് ആയിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിന് പയ്യെ ഇങ്ങനെ അകത്തിയിട്ട് ഇതിനകത്ത് ഇട്ടിറങ്ങണം. ഇതിപ്പം നമ്മൾ ചെയ്യുന്ന കൊടിയുടെ തലയ്ക്ക് വണ്ണം കുറവായതുകൊണ്ട് നമ്മൾ ഒരരിയിലോട്ടേ വയ്ക്കാവുള്ളൂ. ഇവിടെ അങ്ങോട്ട് നീക്കി നടുക്ക് വെച്ചാൽ പിടിക്കത്തില്ല. ഈ തൊലി അതിൻ്റെ ആകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരരിയിലോട്ട് വയ്ക്കുന്നത്. ഒരരിയിൽ വെച്ചു. ഇപ്പോൾ രണ്ട് സൈഡും കറക്റ്റായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ബഡിൻ്റെ ടേപ്പെടുത്ത് ചുറ്റണം. നന്നായിട്ട് ടൈറ്റായിട്ട് ഇങ്ങനെ ഒത്തിരി ഞെക്കി ഇതിന് ഡാമേജ് വരാൻ പറ്റത്തുള്ള ഞെക്കിയൊക്കെ ഒരുപാടും വലിക്കരുത്. ഒരു മയത്തിന് വലിച്ച് അടിയിലിങ്ങനെ ആദ്യം നന്നായിട്ട് ചുറ്റുക. അതിൻ്റെ ആ കീറെല്ലാം അങ്ങോട്ട് കീറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടിങ്ങനെ മേഞ്ഞെന്ന് പറഞ്ഞ പോലെ വെള്ളം ഇറങ്ങാതെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഇത് ശ്രദ്ധിച്ച് നോക്കി കേട്ടോ. ഇത് മുകളിൽ വരുമ്പോൾ ഇങ്ങനെ ചുറ്റണം. അപ്പം രണ്ടും കൂടെ ആ മുറിവാട് ഒന്നിച്ചും വരും. മറ്റേത് കവർ ചെയ്ത് കയറി വരും പ്ലാസ്റ്റിക്. അല്ലെങ്കിൽ അകത്തോടെ വെള്ളം ഇറങ്ങും. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ചുറ്റി കൊണ്ടുവന്നിട്ട് മുകളിൽ വരുമ്പോൾ ഇങ്ങനെ വലിക്കണം. ഇതുണ്ടോ, വലിച്ചിട്ട് ഇങ്ങനെ മുകളിൽ ചുറ്റില്ല നല്ല ടൈറ്റിനങ്ങിയിരുന്നു. ഒരുപാട് ടൈറ്റ് വരുന്നു കഴിഞ്ഞാൽ കൊടിയിൽ തണ്ടി ചളിങ്ങിപ്പോവും. അപ്പോൾ ഡാമേജായി പിടിക്കാൻ സാധ്യത കുറയും. ഇങ്ങനെ ചുറ്റി കണ്ടോ. ഇവിടെയും രണ്ട് ചുറ്റി നന്നായിട്ട് ചുറ്റണം. ആ കീറൽ നന്നായിട്ട് ആകാൻ വേണ്ടിയിട്ട്, ടൈറ്റാകാൻ വേണ്ടിയിട്ട്. നമ്മൾ സർജറി ചെയ്യുമ്പോൾ പിടിപ്പിക്കുന്ന പോലെ തന്നെ നല്ല ഫസ്റ്റായിട്ട് ഇങ്ങനെ ചുറ്റി താഴ്ത്തിട്ട് കൊണ്ടുപോവുക. ഇപ്പം നന്നായിട്ട് ഉള്ളു നല്ല ഒട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ലാസ്റ്റ് വലിച്ചിട്ട് ഇങ്ങനെ ഒരു കെട്ടിടണം അവിടെ അഴിഞ്ഞു പോകാതെ. ബഡ്ഡിങ് പൂർത്തിയായി. ഇനി തണുപ്പത്തെടുത്ത് വയ്ക്കുക. തണുപ്പത്തെടുത്ത് വെച്ചിട്ട് ഇത് നനച്ചുകൊണ്ടിരിക്കണം. ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേന് ഇതിൽ നിന്ന് കൂമ്പ് വരാൻ തുടങ്ങും. എന്നാൽ പോകില്ല.